ഇതെന്താ വീടിന്റെ മുന്നിൽ ഒരു കാറ്? ഇവനോ? ഹരികൃഷ്ണൻ. അയ്യോ, ഹരിയേട്ടൻ. ഓ, കെട്ടിപ്പിടിക്കാൻ മുട്ടി നിൽക്കുമായിരുന്നു അവള്. കുക്കു, സുഖല്ലേടി നിനക്ക്? ആ ഹരിയേട്ടാ, ഏട്ടൻ എപ്പോ വന്നു? ഞാൻ ദേ വന്ന് കേറിയതേ ഉള്ളൂ. ഇവിടെ നോക്കിയപ്പോ വീട് അടച്ചിട്ടിരിക്കുന്നു. ജനങ്ങളെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാ നിങ്ങൾ വന്നത്. ഹരിയേട്ടാ, ആഹാ, ഇതാര്? പുതുപ്പെണ്ണോ? സുഖമാണോടി കൊച്ചേ നിനക്ക്? സുഖായിരിക്കുന്ന ഏട്ടാ. അല്ല, എവിടെ എന്റെ മൂത്തളിയൻ? ഞാൻ ഇവിടെ ഉണ്ട് എന്റെ ഹരിമോനെ. എങ്ങനെ ഉണ്ടളിയോ? ഇവളെങ്ങനെ കഷ്ടപ്പെടുത്തുന്നുണ്ടോ? കല്യാണം അത് ഇച്ചിരി കടുപ്പം തന്നെയാണ് എന്റെ പൊന്നളിയാ. ഹരിമോനെ, ഇങ്ങനെ പുറത്ത് തന്നെ നിൽക്കാതെ വാ, അകത്തേക്ക് കയറ്. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ആ വാ മോനെ. ആ വരുവാ അങ്കിൾ. കുക്കു വാടി. ആഹാ, വിളിക്കാൻ അവനും അവൻ വിളിച്ച ഉടനെ പോകാൻ അവളും. ഇവൻ 2 ആഴ്ച മുമ്പ് വരുമെന്നല്ലേ പറഞ്ഞത്. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തതാവോ? മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് കെട്ടിയെടുത്തോളൂ ഓരോരുത്തന്മാരെ. ഡാ നേരഞ്ച, ഇങ്ങോട്ട് പാടാ. നീ എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നത്? ആ ഏട്ടാ വരുവാ. വന്നിട്ട് ഇപ്പൊ എന്തിനാ? അവിടെ വല്ല സദ്യ വിളമ്പി വെച്ചിട്ടുണ്ടോ? മോനെ, ചായ എടുക്കട്ടെ? ആയിക്കോട്ടെ അപ്പച്ചി. അപ്പോഴേക്കും ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. കുക്കു, നീ എന്റെ കൂടെ ഒന്ന് വന്നേ. ഞാൻ ദേ വരുവാ. ആ കുക്കു, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. അതിന് നീ എന്തിനാണ് അലറുന്നത്? സ്മൃതി, അവന് കുറച്ച് വെള്ളം എടുത്തു കൊടുക്ക്. ആ, ഇപ്പൊ കൊണ്ടുവരാനേ കൊണ്ടാ. ഏട്ടത്തി എവിടെ ഇരിക്കും? കുക്കു കൊണ്ടുവന്നോളും എനിക്കുള്ള വെള്ളം. എന്റെ ഭാര്യ ഇവിടെ പന പോലെ നിൽക്കുമ്പം വേറെ ആരും എന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാരാ കുക്കു? ഇയാളെന്താ നിന്റെ ഭാര്യ എന്നൊക്കെ? കുക്കു, ഇതപ്പോ അയാള് നിന്റെ? എന്റെ ഭർത്താവാണ്, ഡോക്ടർ നിരഞ്ജൻ. കുക്കു, ആർ യു ജോക്കിംഗ്? ആ ഹരിയളിയ, എന്താ ഇത്? ഇതൊക്കെ ആരെങ്കിലും തമാശയായിട്ട് പറയോ? അളിയന്റെ കുക്കു ഇപ്പൊ എന്റെ ഭാര്യയാണ്, കൃതിക നരഞ്ജൻ. ഞങ്ങളുടെ കെട്ട് കഴിഞ്ഞത് ഹരിയളിയൻ അറിഞ്ഞില്ലായിരുന്നോ? അനിയൻകുട്ട, ഹരിയേട്ടൻ അറിഞ്ഞില്ലായിരുന്നു കുക്കുവിന്റെ കല്യാണക്കാര്. ഏട്ടനെ ഞങ്ങൾ ഇത് അറിയിക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയതാ, പക്ഷെ പറ്റിയില്ല. ആ, അപ്പൊ അതാണ് അളിയന് കൺഫ്യൂഷൻ ആയത്. പോട്ടെ, സാരയില്ല കേട്ടോ. ആ കുക്കുമോളെ, നീ ഇതുവരെ ഏട്ടന് വെള്ളം എടുക്കാൻ പോയില്ലേ? ചെല്ല് ചെല്ല്, കിച്ചേട്ടന്റെ കുക്കുമോളെ പോയി കിച്ചേട്ടന് വെള്ളം എടുത്തിട്ട് വന്നേ, പെട്ടെന്ന് ചെല്ല്. കിച്ചേട്ടൻ? ഇയാൾക്ക് ഇതെന്താ പറ്റിയത്? തലക്കിട്ട് വല്ല അടിയും കിട്ടിയോ ദൈവമേ? കുക്കുമോളെ, വെള്ളം. ഇപ്പൊ കൊണ്ടുവരാം. ആ വന്നേളിയ, ചോദിക്കട്ടെ ഞാൻ. ദുബായിൽ ഇപ്പൊ എങ്ങനെയാ, തണുപ്പൊക്കെ ഉണ്ടോ? വിടടാ എന്നെ. ഷേ, എന്താ ഹരിയളിയ ഇത്? ഞാൻ അളിയന്റെ കുഞ്ഞളിയനല്ലേ? ആരാണ് അവന്റെ അളിയൻ? ഇത് കൊള്ളാം. ഇതെന്ത് ചോദ്യ അളിയ? എന്റെ ഭാര്യയുടെ സഹോദരന്, സോറി മോറച്ചെറുക്കൻ, എന്റെ അളിയനല്ലേ? സത്യം പറയടാ, നീ എങ്ങനെ അവളെ വിവാഹം കഴിച്ചത്? നീ അവളെ ഭീഷണിപ്പെടുത്തി വിവാഹം കഴിച്ചതാണോ? ആ ഇങ്ങനെ കിടന്ന് തിളയ്ക്കാതെ ഹരികൃഷ്ണ, നിനക്ക് പൊള്ളുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലേലും വർഷങ്ങളെ മനസ്സിൽ കൊണ്ട് നടന്ന ഇഷ്ടം ഒറ്റയടിക്ക് ഇല്ലാണ്ടായെന്ന് അറിയുമ്പോൾ ഈ പൊള്ളൽ എന്തായാലും ഉണ്ടാവും. നിന്റെ കവല പ്രസംഗം ഒന്നും എനിക്ക് കേൾക്കണ്ട. പറയടാ, നീ എങ്ങനെയാ എന്റെ കുക്കുവിനെ തട്ടിയെടുത്തത്? എന്നോടുള്ള ദേഷ്യത്തിനാണോ നീ അവളെ? നിർത്തട നാറി. മനസ്സിൽ പക സൂക്ഷിച്ച് ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കാൻ മാത്രം ചെറ്റയല്ല ഞാൻ. അവളുടെ വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടെ ഞാൻ അവളെ വിവാഹം കഴിച്ചത്. പിന്നെ നിന്റെ കുക്കു, ആ പ്രയോഗം ഇനി വേണ്ട. അവക്ക് ഇപ്പൊ പുതിയ അവകാശമുണ്ട്. അവള് സമ്മതിച്ചോ ഇതിനൊക്കെ? നിരഞ്ജനേട്ടാ, വെള്ളം. ആഹാ, വന്നല്ലോ എന്റെ ഭാര്യ. കുക്കു, വെള്ളം അളിയനങ്ങ് കൊടുത്തേക്ക്, നല്ല ദാഹം കാണും. ഇതോ? അപ്പോ വെള്ളം നിരഞ്ജനേട്ടനല്ലേ? എനിക്കല്ല, ഇപ്പൊ നിന്റെ ഹരിയേട്ടനാണ് വെള്ളത്തിന് ആവശ്യം. മോനെ ഹരി, വാ ചായ കുടിക്ക്. കുക്കു, നീ വന്നേ, എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. ആ കുക്കു, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? ആ അളിയൻ പോയിക്കോ, ഞാൻ ഇവിടെ അങ്ങ് വിട്ടേക്കാം. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല, പക്ഷെ ഒരു വാർണിംഗ് തരാനുണ്ട്. എന്തോ വാർണിംഗ്? അവൻ ആളത്ര വെടുപ്പല്ല. പണ്ടേ അവന് നിന്നോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. ആ ഇഷ്ടം എന്താണെന്നും എങ്ങനെയുള്ളതാണെന്നും അറിയാവുന്നത് കൊണ്ട് പറയാം. കൂടുതൽ അടുപ്പത്തിന് ഇനി പോകരുത്. ഞാൻ അങ്ങനെ കാണരുത്. അങ്ങനെ കണ്ടാ പിന്നെ നടക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് എന്റെ മോക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഇതെപ്പോഴും പറയുന്ന പോലെ ഡയലോഗ് അല്ല. അവന്റെ കാര്യത്തിൽ നിരഞ്ജൻ അത് പ്രവർത്തിച്ച് കാണിക്കും. എങ്കിൽ അതെന്താണെന്ന് എനിക്കൊന്ന് കാണണം. ഹരിയേട്ടനോട് ഇതുവരെ ഞാൻ എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ തന്നെ ഇനിയും പെരുമാറുകളൂ. താൻ എന്താന്ന് വെച്ച ചെയ്.
പിന്നെ എന്റെ പേഴ്സണൽ മാറ്റേഴ്സിൽ ഇടപെടാനായിട്ട് ഡോക്ടർ നിരഞ്ജന് ഞാൻ ഒരു വിധത്തിലുള്ള അവകാശങ്ങളും അധികാരങ്ങളും തന്നിട്ടില്ല. അതോർത്താൽ നല്ലത്. ഹരികൃഷ്ണൻ, അവൻ എന്നോട് ചെയ്തതും നിന്നോട് ചെയ്തതും എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ലടി പുല്ലേ. അവളുടെ ഒരു ഹരിയേട്ടൻ കുരിയേട്ടൻ. ഇനിയാണ് മോനെ നിരഞ്ജ നിന്റെ വാവയുടെ ലൈഫിലെ കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോകുന്നത്. ഹരികൃഷ്ണന്റെ വരവ് അതൊരിക്കലും വെറുതെ ആവില്ല. ആ നനജ, മോനെ വാ ചായ കുടിക്ക്. ഏയ് വേണ്ട അച്ഛാ, ഞാൻ വീട്ടിലേക്ക് പോകാം. നല്ല ക്ഷീണം, ഒന്ന് പോയി കിടന്ന് ഉറങ്ങണം. നാളെ മുതൽ ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ. ആ ഞാനത് ഓർത്തില്ല. മോനെന്നാ ചെല്ല്, പോയി കിടന്ന് ഉറങ്ങ്. എങ്കില് ഞങ്ങളും വീട്ടിലോട്ട് ചെല്ലട്ടെ. അച്ഛനും അമ്മയും നോക്കിയിരിക്കായിരിക്കും. സ്മൃതി, താൻ വരുന്നുണ്ടോ അതോ കുറച്ചു കഴിഞ്ഞേ ഉള്ളോ? ഞാനും വരുവേട്ടാ. നല്ല തലവേദന, ഒന്ന് കിടന്ന് ഉറങ്ങണം. ആ എങ്കില് വാ. അച്ഛാ, അമ്മേ, അളിയ, അപ്പോ ഞങ്ങൾ ഇറങ്ങുവാണേ. ശരി മോനെ, എന്നാ പോയി റെസ്റ്റ് എടുക്ക എല്ലാവരും. കുക്കു, നീ ഇപ്പൊ വരുന്നുണ്ടോ? ഞാൻ കുറച്ചു കഴിഞ്ഞ് വന്നോളാം. നിങ്ങൾ പൊയ്ക്കോ. ശരി, വൈകരുത്. ഉം. ഓ, ഇവക്ക് എന്റെ കൂടെ വന്നാലെന്താ? എങ്ങനെ വരാനാ? എന്റെ കൂടെ വന്നാൽ ആ ഹരിയുടെ കൂടെ പോയി നമുക്ക് സല്ലപിക്കാൻ പറ്റില്ലല്ലോ. സ്മൃതി, ഹരിയുടെ വരവ് ഒരു നല്ല ലക്ഷണമാണ് കേട്ടോ. അതെന്താ ഏട്ടാ അങ്ങനെ പറഞ്ഞേ? കണ്ടില്ലേ നിരഞ്ജൻ എന്ന അഗ്നിപർവ്വതം കിടന്ന് പുകയുന്നത്. ലാവ നന്നായി തിളക്കട്ടെ. പൊട്ടിത്തെറിച്ചതിന് ശേഷം ആ ലാവയിൽ നിന്ന് ഫലപുഷ്ടമായ പലതും മുട്ടിടുമല്ലോ. നമുക്കും ഒന്ന് പൊട്ടിത്തെറിക്കണ്ടേ? ഈ പട്ട പകൽ അങ്ങനെ ഇപ്പൊ പൊട്ടിത്തെറിക്കണ്ട. അല്ലേ തന്നെ നിങ്ങൾ എന്നെ കുറച്ച് ദിവസമായിട്ട് ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഓഹോ, എങ്ങനെ എന്റെ പൊന്നുമോള് ഈ പകല് മുഴുവൻ കിടന്ന് ഉറങ്ങിക്കും. എനിക്ക് രാത്രി ഉണ്ടല്ലോ, ഞാൻ എടുത്തോളാം തന്നെ. ഈശ്വര, ഇങ്ങനെ ഇത് രണ്ടും കൽപ്പിച്ചാണല്ലോ. അച്ഛനും അമ്മയും എവിടെ പോയതാ? ഹോസ്പിറ്റലില്. നിങ്ങൾ ലീവ് ആയതുകൊണ്ട് കുറച്ച് സോപ്പിക്ക് കയറേണ്ടി വന്നു. അല്ല, കുക്കുമോൾ എവിടെ? ആ അച്ഛാ, അവള് വീട്ടിലുണ്ട്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? അയ്യോ, അടിപൊളിയായിരുന്നു അമ്മേ, ഒരു രക്ഷയില്ലായിരുന്നു. ആ നിങ്ങൾ വാ, വന്ന് റെസ്റ്റ് എടുക്ക്. കൊറേ യാത്ര ചെയ്തതല്ലേ. നിന്റെ മുഖം എന്താ നനച്ചാ വല്ലാതിരിക്കുന്നത്? അത് യാത്രയുടെ ക്ഷീണമാണ് അച്ഛാ. ഞാനൊന്ന് പോയി കിടക്കട്ടെ. അമ്മേ, നിമ്മയമ്മയുടെ ചേട്ടന്റെ മോൻ ഹരികൃഷ്ണൻ വന്നിട്ടുണ്ട്. അപ്പോ വെറുതെ അല്ല നിരഞ്ജന് ഇത്ര ക്ഷീണം, അവനെ കണ്ടതിന്റെ. അതെന്താ അമ്മേ പ്രശ്നം? ഹരി ഇവനെ നേർക്ക് നേരെ കണ്ട കീരിയും പാമ്പും ആണല്ലോ. പണ്ട് മുതലേ അതങ്ങനെയല്ലേ. അതെനിക്കറിയാം. പക്ഷേ നിരഞ്ജന് ഇത്രയും നാളായിട്ടും അവനോട് അങ്ങനെയുള്ള ദേഷ്യമൊക്കെ കാണുമോ? ലാസ്റ്റ് അവര് തമ്മിൽ അടിയുണ്ടാക്കിയത് എന്തിനാവും നിനക്കറിയാവോ? അതൊരു വലിയ പ്രശ്നത്തിന്റെ പേരിലാ. എന്ത് പ്രശ്നം? നിരൂപ് ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്താണ് നിരഞ്ജൻ മെഡിക്കൽ എൻട്രൻസ് എഴുതുന്നത്. കുക്കുവിനെ നിരഞ്ജൻ എന്ന് വെച്ച് വലിയ ഇഷ്ടമായിരുന്നല്ലോ അന്നൊക്കെ. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, മുറച്ചെറുക്കനായിട്ട് പോലും അവൾക്ക് ഹരിയോട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ മുന്നിൽ നിരഞ്ജനേക്കാൾ കേവൻ താനാണെന്ന് കാണിക്കാൻ വേണ്ടി ഹരിയും നിരഞ്ജന്റെ കൂടെ മെഡിക്കൽ എൻട്രൻസ് എഴുതി. അവർക്കിടയിൽ എന്തോ ബെറ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെയാ പറഞ്ഞു കേൾക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ നിരഞ്ജൻ എൻട്രൻസ് കിട്ടി, ഹരിക്ക് കിട്ടിയില്ല. അതിന് രണ്ടാളും കൂടി ഒന്നും രണ്ടും പറഞ്ഞ് തല്ലായി, പിന്നെ വഴക്കായി. ഇതിനിടയിൽ ഇവരെ പിടിച്ചു മാറ്റാൻ ചെന്ന നമ്മുടെ സൂരജ് ഇല്ലേ, ആര്? ഉണ്ണേട്ടനോ? ആ അവൻ തന്നെ. ഇപ്പോ ഡോക്ടർ അവന്റെ തലയ്ക്ക് സാരമായ പരിക്ക് ഇവർക്കിടയിൽ അടിയിലുണ്ടായി. നിരഞ്ജന്റെ പണ്ടത്തെ ചങ്കായിരുന്നല്ലോ സൂരജ്. അതുകൂടെ ആയപ്പം ഹരിക്കും നിരഞ്ജനിടയിലെ വഴക്കം ദേഷ്യവും ഇരട്ടിച്ചു. അന്നത് പോലീസ് കേസ് ആയതാ. പിന്നെ ഉണ്ണിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടാളുടെയും കരിയറിനെ അത് ബാധിച്ചില്ല. അല്ലായിരുന്നെങ്കിൽ വല്ല ജയിലിലും കിടന്നേനെ രണ്ടും. എന്റെ ഊഹം ശരിയാണെങ്കിൽ അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഇപ്പോഴായിരിക്കും ചിലപ്പോൾ അവര് രണ്ടുപേരും കാണുന്നത്. അതിന്റെ അസ്വസ്ഥതയാവും നിരഞ്ജന്. ഓഹോ, അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. മതി മതി, രണ്ടാളും പോയി ഫ്രഷ് ആയി വന്ന് വല്ലതും കഴിച്ചിട്ട് പോയി റെസ്റ്റ് എടുക്ക്. ആ ശരിയാ, രാത്രിയില് വർക്കുള്ളതാ. ഈശ്വര, ഇങ്ങനെ ഇത് എന്ത് ഭാവിച്ച? എന്ത് വർക്ക്? ആ അത് അച്ഛാ, ഒരു ഹോംവർക്ക് ഉണ്ട്. അതാ അതിന്റെ കാര്യം ഞാനിങ്ങനെ പറഞ്ഞത്. പിന്നെ അതൊന്നും ഇപ്പൊ അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ടീമേ, അവൻ പറഞ്ഞത് കേട്ടോ, എനിക്ക് മനസ്സിലാവില്ല അത്. മക്കള് വർക്ക് തുടങ്ങിയെന്നാ തോന്നുന്നത്. നിങ്ങളുടെ അല്ല മോൻ, തുടങ്ങിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എനിക്ക് ആ കൊച്ചിന്റെ കാര്യം ഓർത്തിട്ട. അങ്കിൾ, എന്തൊക്കെയാ ഇത്? നിരഞ്ജനും കുക്കും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോനെ, ഒരു പ്രത്യേക സാഹചര്യത്തില് ഞങ്ങൾക്ക് കുക്കുവിന്റെ നിരഞ്ജന്റെ വിവാഹം നടത്താതെ വേറെ മാർഗം ഇല്ലായിരുന്നു. എന്ത് സാഹചര്യം? നിങ്ങളൊക്കെ കൂടി തീരുമാനിച്ചത് സ്മൃതിയുടെ മാത്രം വിവാഹം ആയിരുന്നില്ലേ? അതിനിടയിൽ കുക്കു എങ്ങനെ വന്നു? മോനെ, സ്മൃതിയുടെ വിവാഹം നടത്തണം എന്ന് തന്നെയാന്ന് കരുതിയത്. പെട്ടെന്ന് കുക്കുവിന് നല്ലൊരു ആലോചന വന്നപ്പം അതുകൂടി നടത്താമെന്ന് വിചാരിച്ചു. എല്ലാം ശരിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. കല്യാണത്തിന്റെ തലേ ദിവസമായിരുന്നു ഈ വിവാഹം നടക്കില്ല എന്ന് ചെറുക്കന്റെ വീട്ടുകാർ വന്ന് പറഞ്ഞത്. പറഞ്ഞ സമയത്ത് തന്നെ വിവാഹം നടത്തണമെന്ന് തോന്നിയത് കൊണ്ട് വേറൊരാളെ കണ്ടുപിടിക്കുകയും ചെയ്തു. പക്ഷേ കൃത്യസമയമായപ്പം അവനും മുങ്ങി. ആകെ തളർന്ന് എല്ലാവരുടെ മുന്നിലും നാണം കെട്ടി നിൽക്കേണ്ടി വരുമെന്ന് തോന്നിയപ്പം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായപ്പോഴാണ് നിരഞ്ജൻ തന്നെ കുക്കുമോളെ വിവാഹം കഴിച്ചോളാന്ന് പറഞ്ഞു വന്നത്.
അങ്ങനെയാ ഈ വിവാഹം നടന്നത്. പക്ഷെ അവനെന്നാ കല്യാണത്തിന് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളിപ്പോ അമ്മ മതി, എല്ലാം കഴിഞ്ഞല്ലോ, ഇനി അതൊന്നും പറയേണ്ട കാര്യമില്ല. എന്നാലും ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ആരും എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ. അതിന് ഹരിയേട്ടൻ ആദ്യം ഈ ഊരുതണ്ടൽ നിർത്തണം, വിളിച്ചാ ഫോൺ എടുക്കണം. ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയോ? എന്തായാലും ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. കുക്കു, നീ എനിക്ക് കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തോണ്ട് വരണേ. ആ വരാം. എന്ത് നടക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചോ അതാണ് നടന്നത്. നിരഞ്ജൻ അവൻ എന്നും എനിക്ക് തടസ്സമായിരുന്നു. ഇപ്പോ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പോലും ആ തടസ്സം എന്റെയും കുക്കുവിന്റെ ഇടയിൽ അതുപോലെ വന്നിരിക്കുന്നു. ഇല്ല, എനിക്ക് അവളെ വിട്ടുകളയാൻ പറ്റില്ല. അവൻ എന്നല്ല മറ്റാർക്കും ഞാൻ അവളെ വിട്ടു കൊടുക്കില്ല. എനിക്കറിയേണ്ടത് അവളുടെ മനസ്സാ, അവളുടെ ഉള്ളിൽ എന്താണെന്ന്. ഞാൻ അവളിൽ കുത്തിവെച്ച വിഷം അതുപോലെ അവളുടെ മനസ്സിലുണ്ടെങ്കിൽ അവൾ ഒരിക്കലും അവനെ അംഗീകരിക്കില്ല. എനിക്കറിയണം അവളുടെ ഉള്ളിൽ എന്താണെന്ന്. ഹരിയേട്ടാ, ഹരിയേട്ടാ. ആ വരുന്നടി, ഡ്രസ്സ് മാറുവോ? ആ ദാ വെള്ളം. അവിടെ വെച്ചേക്ക്. ഹരിയേട്ടനെ ഫുഡ് കഴിക്കാൻ അമ്മ വിളിക്കുന്നുണ്ട്, താഴേക്ക് വാ, ഞാൻ വീട്ടിലേക്ക് പോവുകയാണേ. കുക്കു അവിടെ നിക്ക്. ഞാൻ പ്രതീക്ഷിച്ചു ഈ വിളി. എന്താ ഹരിയേട്ടന് ചോദിക്കാനുള്ളത്? കുക്കു, നീ ശരിക്കും നിരഞ്ജനെ സ്നേഹിക്കുന്നുണ്ടോ? അവൻ നിന്നെ ഹാപ്പി ആയിട്ടാണോ നോക്കുന്നത്? ഏട്ടനോട് സത്യം പറയാം, ഞങ്ങളുടെ ലൈഫ് അത്ര സ്മൂത്ത് അല്ല. വീട്ടുകാരുടെ മുന്നിൽ അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ. അയാളുടെ മനസ്സിൽ ഞാനില്ല. നിന്റെ മനസ്സിലോ? ആ അത് പിന്നെ ഇല്ല. എനിക്കറിയാം അവൻ ഒരിക്കലും ഇനി നിന്റെ മനസ്സിൽ സ്ഥാനമില്ലാന്ന്. അത്രയ്ക്ക് വലിയ ചതിയല്ലേ അവൻ നിന്നോട് ചെയ്തത്. 13-ാം വയസ്സിൽ നിന്നെ അവൻ പറ്റിച്ചിട്ട് പോയതല്ലേ ബാംഗ്ലൂരിലേക്ക്. അന്ന് നിന്നെ വേണ്ട ഹരിയേട്ടാ, എനിക്കതൊന്നും കേൾക്കാനോ ഓർക്കാനോ ഇനി വയ്യ. ഓർമ്മിപ്പിക്കണ്ട. കൂടെ പോയ ഒരു കൊല്ലം, അത്രേ ഉള്ളൂ ഈ ബന്ധത്തിന് ആയുസ്. ഞാൻ പോട്ടെ, അല്ലെങ്കിൽ ഇനി അത് മതി. അപ്പോ ഇപ്പോഴും അവളുടെ മനസ്സിൽ ആ കൊച്ചു മുറിവ് ഉണങ്ങാതെ കിടപ്പുണ്ട്. അത് ഉണക്കാൻ നിരഞ്ജന് ഒരിക്കലും കഴിയില്ല. കാരണം ആ മുറിവിലേക്ക് ഉപ്പ് തേച്ച് നീറ്റൽ കൂട്ടുന്നത് ഹരിയാണ്. നിരഞ്ജ, നീ മനസ്സിൽ കുറിച്ചിട്ടോ, നിനക്കൊരിക്കലും അവളുടെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. ആ നാറി ഇനി എന്തൊക്കെയാണോ എന്തോ അവളോട് കാട്ടിക്കൂട്ടാൻ പോകുന്നത്. പണ്ടേ അവന്റെ നോട്ടം മുഴുവൻ അവളുടെ സ്ഥാനത്തോ അസ്ഥാനത്തോ. എന്നാ വന്നിട്ട് വീട്ടിൽ കയറണമെന്നുണ്ടോ അവക്ക്? ഞാൻ ഇവിടെ ഉണ്ടെന്നൊരു ബോധം പോലും അവക്കില്ല. അല്ല, ബോധം ഉണ്ടെങ്കിൽ അവൾ അഴിഞ്ഞാടാൻ പോവില്ലല്ലോ. ഉറക്കവും വരുന്നു. ഞാൻ എന്തായാലും കിടക്കാൻ പോവാം, അവള് വരുമ്പോ വരട്ടെ. ഓ, സമയം എന്തായോ എന്തോ. 5 മണിയോ? ഒന്ന് ഉറങ്ങി എണീറ്റപ്പോ എന്താ ഒരു ആശ്വാസം. അല്ല, ഇവളിതുവരെ വന്നില്ലേ? ഓ, ബാത്റൂമിലാണോ? കർത്താവേ, എന്തോന്നിത്? കൺട്രോൾ പോവാണല്ലോ ദൈവമേ. ഹനുമാൻ സ്വാമി ശക്തി തരൂ. ഈ പൊടുക്കത്തെ ഗ്ലാമർ ആണല്ലോ. ഇങ്ങനെയൊക്കെ ഇറങ്ങി വരാവോ കൊച്ചേ? ഇങ്ങനെ ഇതുവരെ എഴുതേറ്റില്ലേ? എന്താ ഒരു സ്മെല്ല്. ഞാൻ ഈ സോപ്പിട്ട് തന്നെയല്ലേ കുളിക്കുന്നത്, പിന്നെ ഇവള് കുളിച്ചിട്ട് വന്നപ്പോ എന്താ ഈ സ്മെല്ല്? കുക്കു, ദേ നിന്നെ ഹരിയേട്ട വിളിക്കുന്നു. എന്താ കുക്കോ? അമ്മേ, ഹോ, പേടിപ്പിച്ചല്ലോ താൻ. നീ എവിടെ പോവാ? ഹരിയേട്ടൻ വന്നു ചേച്ചി പറഞ്ഞില്ലേ, പോയി നോക്കട്ടെ. വേണ്ട. അതെന്താ? നീ ഇപ്പൊ പോകണ്ട എങ്ങോട്ടും. തനിക്കെന്താടോ ഉച്ചക്കിറക്കാണോ? മാറങ്ങോട്ട്. നിക്കടി എവിടെ? എന്റെ കയ്യിന്ന് വിടടോ, എന്റെ കയ്യിന്ന് വിട. വിട്ടിട്ട് എന്തിനാടി? അവന്റെ കൂടെ പോയി ഇരിക്കാനല്ലേ? ആണെങ്കിൽ തന്നെ ഡോക്ടറിനെന്താ? എനിക്കെന്താന്നോ? ഞാനാണോ നിന്റെ ഭർത്താവ് അതോ അവനാണോ നിന്റെ ഭർത്താവ്? അവൻ വിളിക്കുന്നിടത്തൊക്കെ ചെല നീ അവന്റെ ആരാ? ഭാര്യയോ കാമുകയോ അതോ വെപ്പോ? ഒരക്ഷരം മിണ്ടി പോകരുത്. ഞാൻ കുറെ നാളായി ഇത് സഹിക്കുന്നു. ഒരു താലി കഴുത്തി കെട്ടിയത് പറഞ്ഞ് കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇന്നേ വരെ ഒരു ഭാര്യയെ നോക്കും പോലെ എന്നെ നോക്കുക പോലെ ചെയ്യാതെ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ അധികാരം എന്റെ മേലുള്ളത്? ഒരേ മുറിയിൽ 2 അഭിജിത പോലെ കഴിയുന്ന നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നാണ് ആദ്യം താൻ എനിക്ക് പറഞ്ഞതാ. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഹരിയേട്ടനും തമ്മിലുള്ള ബന്ധം. അതാവശ്യമായിരുന്നു. നീ ചോദിച്ച് മേടിച്ചതാ നിരഞ്ജ. നിനക്കിട്ടൊരെണ്ണം പൊട്ടിക്കണമെന്ന് ഞാനും വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. എന്തായാലും കിട്ടിയല്ലോ, ഇനിയെങ്കിലും നീ ഒന്ന് ഒതുങ്ങ്. നീ എന്നെ തല്ലിയല്ലേടി? നിനക്ക് ഞാൻ അറിയിച്ചു തരാടി നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന്. കണ്ട ഹോട്ടൽ റൂമിലും സ്ഥലങ്ങളിലെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടന്നവളാ. നിരഞ്ജന്റെ ചോദ്യം ചെയ്യാൻ വന്നേക്കുന്നു. എത്ര പേരുടെ കൂടെ കിടന്നവളാന്ന് ആർക്കറിയാം? നിരഞ്ജ, വെറുതെ വായി തോന്നിയത് പറഞ്ഞാലുണ്ടല്ലോ, ഒരു കാലത്ത് സ്നേഹിച്ചതെന്നൊക്കെ ഞാനങ്ങ് മറക്കും. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടടാ, ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ എന്റെ ലോകത്തേക്ക്. ഒന്നുമില്ലെങ്കിലും അല്പ സമാധാനമെങ്കിലും നീ അവൾക്ക് കൊടുക്കുമല്ലോ. ശേ, നീ ഇത്രയും താഴ്ന്ന് ചിന്തിക്കുന്ന ഒരുത്തനാണെന്ന് ഞാൻ കരുതിയില്ല. മടുത്തു, എല്ലാം മതിയായി എനിക്ക്. ഇനി എന്തൊക്കെ കേൾക്കണം ഞാൻ? കുക്കു ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ ഈ ജീവിതത്തില്. ആ ആള് തന്നെ ഇങ്ങനെയൊക്കെ. എനിക്കിനി വയ്യ. ഇനി നമ്മൾ തമ്മിൽ ഒന്നുമില്ല ഡോക്ടർ നിരഞ്ജൻ.
നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. നിങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടാനോ നിങ്ങളോട് സംസാരിക്കാനോ ഇനി കൃതിക വരില്ല. മതിയായി എനിക്ക് എല്ലാ അർത്ഥത്തിലും. ആ കുക്കു വന്നല്ലോ. എന്താ മോളെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല അമ്മേ, ഉറക്കം കഴിഞ്ഞ് പെട്ടെന്ന് കളിച്ചിട്ട് ഇറങ്ങിയതാ, അതാവും. ആ യാത്രയുടെ ക്ഷീണമൊക്കെ കൊണ്ടാവും. ഹരേട്ടൻ എന്താ എന്നെ വിളിപ്പിച്ചേ? കുക്കു, സ്മൃതി, നിങ്ങൾക്കറിയാലോ എന്റെ അച്ഛന്റെ കാര്യം. ഈ വരുന്ന ഞായറാഴ്ച അച്ഛന്റെ പിറന്നാളാണ്, അതും 60-ാം പിറന്നാൾ. നല്ല രീതിയിൽ ആഘോഷിക്കണമെന്ന് ഓർത്താ ഞങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാ ഞാനിങ്ങ് പോകുന്നത്. അപ്പോ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. എല്ലാത്തിനും രണ്ടാളും എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നോണം. അളിയന്മാരെ ഞാൻ ഒഴിവാക്കി, ജോലിയൊക്കെ ഉള്ളതുകൊണ്ടാ. അപ്പോ എങ്ങനെയാ, സെറ്റ് അല്ലേ? പിന്നല്ല, ഞങ്ങളുണ്ട് കൂടെ. അങ്കിൾ, ആന്റി നിങ്ങളെ നേരത്തെ ക്ഷണിക്കുക. തലേ ദിവസം തന്നെ അങ്ങ് എത്തിയേക്കണം. എങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. കുക്കു, നിനക്ക് നാളെ ക്ലാസ് ഉണ്ടോ? ഉണ്ട് ഹരേട്ടാ. സ്മൃതിക്കോ? ആ, നാളെ മുതൽ എനിക്കും പോണം. എങ്കില് നമുക്ക് ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് എല്ലാവർക്കും കൂടി ഡ്രസ്സ് എടുക്കാൻ പോകാം കേട്ടോ. ഓക്കെ ഹരേട്ടാ. ഡാ മോനെ മനു, അച്ഛാ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കുഴപ്പമില്ലായിരുന്നു. വാ പോകാം നമുക്ക്. ആ പോകാം. അല്ല അച്ഛാ, മീനാക്ഷി എവിടെ? അവള് വീട്ടിലുണ്ട്. വലിയ കഷ്ടം അവളുടെ കാര്യം. നിന്റെ ആ നിരഞ്ജൻ. അച്ഛാ വേണ്ട, നടന്നതൊക്കെ ഞാൻ അറിഞ്ഞതാ. വെറുതെ അവനെ കുറ്റം പറയണ്ട. പണ്ടേ ഞാൻ പറഞ്ഞതാ നിരഞ്ജനും മീനാക്ഷിയും ശരിയാവില്ലെന്ന്. എന്നിട്ടും അച്ഛനാ അവളുടെ മനസ്സിൽ നിരഞ്ജനെ കുത്തിവെച്ചത്. നിനക്കല്ലേലും എപ്പോഴും കൂറ് അങ്ങോട്ട് തന്നെ ആണല്ലോ. പെങ്ങളും അച്ഛനും ഒക്കെ നിനക്ക് വെറുതെ അല്ലേ? എനിക്കാരെ വേണ്ടായികയൊന്നുമില്ല. ഞാൻ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഹോസ്പിറ്റലിൽ കൈവിട്ടു പോകുമല്ലോ എന്ന് ഓർത്ത. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നിനെ നിൽക്കില്ലായിരുന്നു. അച്ഛനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. ഞാനൊന്നും പറയുന്നില്ല. ഒരു ഹോസ്പിറ്റൽ സ്വത്തും ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. ദേ, പഠിച്ച് വലിയ ഡോക്ടർ ആയതിന്റെ അഹങ്കാരം ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട കേട്ടല്ലോ. ഞാനാണ് നിന്റെ അച്ഛൻ, അല്ലാണ്ട് നീ അല്ല എന്റെ അച്ഛൻ. ഓ, ഞാനൊന്നും പറയുന്നില്ല. എന്താന്ന് വെച്ചാ കാണിച്ചു കൂട്ട്. മക്കളെ, നിമ്മി വിളിച്ചിരുന്നു ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ടെന്ന്. നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. ഹരിമോ വന്നത് പ്രമാണിച്ച് എന്തൊക്കെയോ നിമ്മി ഉണ്ടാക്കിയിട്ടുണ്ട്. ആണോ? എങ്കി വാ പോകാം. ഞാനൊന്നുമില്ല, നിങ്ങൾ പോയിട്ട് വാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീയും വരും ഞങ്ങളുടെ കൂടെ. വേണം ഇവിടെ. അച്ഛാ എന്നെ വിട്. മിണ്ടാതെ ഇരുന്നോണോ, ഇല്ലെങ്കിൽ തൊട അടിച്ച് പൊട്ടിക്കും ഞാൻ. കുറച്ചുകൂടെ ചിക്കൻ വെക്കട്ടെ ഹരിയേട്ടാ? ആ വെച്ചോടി. ഞാൻ ഇവിടെ മല പോലെ ഇരിക്കുമ്പോ എന്റെ മുന്നിൽ വെച്ച് തന്നെ വേണം അല്ലടി പുല്ലേ നിനക്ക് അവനെ ഊട്ടാൻ. മോനെ, നീ കഴിക്കുന്നില്ലേ? മതി, എനിക്ക് വയറ് നിറഞ്ഞു. ലാവ തിളച്ചു തുടങ്ങി. വാവയോ? വാവയല്ലടി, ലാവ. നിരഞ്ജൻ എണീറ്റ് പോയത് കണ്ടില്ലേ? കണ്ടു. അതാ പറഞ്ഞത്, അവന് ദേഷ്യം വന്നത് കൊണ്ടാ. അതല്ലേ ലാവ? അല്ല വാവ. കഴിച്ചിട്ട് മോള് വേഗം എണീറ്റ് വാ. ശരിക്കൊന്ന് എനിക്ക് അനാട്ടമി പഠിപ്പിച്ചു തരാനുണ്ട്. നാളെ മുതൽ ഹോസ്പിറ്റലിൽ പോകാനുള്ളത് ഏട്ടന്. ഇങ്ങനെ മിക്കവാറും എന്റെ കൈക്ക് പണി ഉണ്ടാക്കും. എന്തോ വല്ലതും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. എന്നാല് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ നിമ്മി. നാളെ പിള്ളേർക്കൊക്കെ പോകാനുള്ളതല്ലേ. ആ ശരിയടി, ചെല്ല്. അമ്മേ, അച്ഛാ, ഞാൻ കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വരാവേ. ആ ശരി മോളെ. എന്നാ പിന്നെ ഞാനും കൂടി കുക്കുവിന്റെ കൂടെ. ആ ഹലോ. ആ എന്താ? ഇല്ല, കേൾക്കുന്നില്ല. സ്മൃതി, താനിങ്ങ് വന്നേ. ദേ ഒരു കോള് വരുന്നു, അർജന്റ്. വാ വാ. നീ ഇന്ന് റൂമിൽ കിടക്കട്ടടി, പുറത്ത് കിടന്നാ മതി. 10 മണി ആവാറായി. ഇവൾ ആരെ കെട്ടിക്കാനായിട്ട് അവിടെ പോയി കിടക്കുവാണോ എന്തോ. നീ ഇന്ന് പുറത്ത് കിടന്നാ മതിയടി. അല്ലേലും വേണ്ട, ആരേലും വന്ന് കണ്ടാ ഇനി അത് മതി. ഓ, കാലം ഉറങ്ങാറായില്ലേ ഇതുവരെ? അതെ, ഇങ്ങനെ നട്ടപ്പാതിരക്ക് കേറി വരാനായിട്ട് ഇത് സത്രമൊന്നുമല്ല. മേലിൽ ഇത് ആവർത്തിക്കരുത്. ഞാൻ ആരുടെയും കൂടെ രാത്രി കറങ്ങാൻ പോയതൊന്നും അല്ലല്ലോ. എന്റെ വീട്ടില് എന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ സംസാരിച്ചിരിക്കുവായിരുന്നു. ഓഹോ, അവിടെയുള്ള മുറച്ചെറുക്കന്റെ കാര്യം എന്താ അങ്ങ് വിഴുങ്ങിയത്? വിഴുങ്ങിയാലും തിന്നാലും തനിക്കൊന്നും ഇല്ലല്ലോ. അല്ല, എന്റെ കാര്യമൊക്കെ അന്വേഷിക്കാൻ താൻ ആരാ? തന്റെ കാര്യം അന്വേഷിക്കാൻ ഞാൻ വരുന്നില്ലല്ലോ. അപ്പൊ എന്റെ കാര്യത്തിലും താൻ ഇടപെടണ്ട. ഇനി താൻ എന്നോട് സംസാരിക്കാൻ വരണ്ട. ഞാനും അങ്ങോട്ട് വരുന്നില്ല ഒന്നിനും. ഇവളെ ഞാൻ ഒരൊറ്റ ചവിട്ടിന് തള്ളി താഴെയിടാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. എന്താന്ന് വെച്ചാ കാണിക്കട്ടെ, നാശം. അമ്മ, കുക്കു വന്നില്ലേ? ഇല്ലടാ, മോള് ഹരിയുടെ കൂടെ പുറത്തു പോയേക്കുക. ആ ശരി. അമ്മ, കുക്കുവിനെ കണ്ടോ? അവള് ഹരിയുടെ കൂടെ അമ്പലത്തിൽ പോയി. അച്ഛാ, കുക്കുവിനെ കണ്ടോ? ആ ഇവിടെ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നടാ. പിന്നെ ഹരി പോകുന്ന വഴിക്ക് അവളെ കോളേജിലാക്കാന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയി. ആ ശരി എന്നാ. അമ്മേ, ഞാൻ ഹരിയേട്ടന്റെ അടുത്ത് വരെ പോയിട്ട് വരാവേ. ശരി മോളെ, പോയിട്ട് വാ. കുക്കു, അവിടെ നിന്ന് നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് അവന്റെ കൂടെ പോകാനായിരുന്നല്ലേടി. നിനക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണ്ടടി.
നിരൂപേട്ട, കുക്കു നിരഞ്ജനും തമ്മിൽ സാരമായ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെനിക്ക് അറിയാടോ. കുക്കു അവനൊപ്പം മിണ്ടാറില്ല. കുക്കു ഹരിയേട്ടനെ കൂടെ പോകുന്നതൊന്നും അവനത്ര ദഹിക്കുന്നില്ല. ഹരിയേട്ടന്റെ വരവ് അവർക്കിടയിൽ വല്ലാത്തൊരു അകൽച്ച ഉണ്ടാക്കിയ പോലെ. എനിക്കത് തോന്നി. സാരമില്ല, നാളെ ഹരി അവന്റെ വീട്ടിലേക്ക് പോവല്ലേ, നമ്മളും കൂടി പോവുമല്ലോ, ശരിയാക്കാം. പക്ഷെ നിരഞ്ജൻ വരുവോ? അവന്റെ സ്വഭാവം വെച്ചിട്ട് വരാൻ ചാൻസ് ഇല്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താടോ? നാളെ നമുക്ക് എല്ലാവർക്കും കൂടി നേരത്തെ അങ്ങ് പോകാം. നിരഞ്ജനെയും കുക്കുവിനെയും കൂട്ടണ്ട, അവരൊന്നിച്ച് വരട്ടെ. അവളെ എന്തായാലും അവൻ കൊണ്ടുവന്നാക്കാതിരിക്കില്ല. അതൊരു നല്ല ഐഡിയ ആണ്. യാത്രക്കിടയിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ അതാ നല്ലത്. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാടോ. അച്ഛനമ്മമാരോടുകൂടി പറയാം. എത്രയും വേഗം അവർക്കിടയിലെ പ്രശ്നങ്ങൾ തീർന്നാ മതിയായിരുന്നു എന്റെ കൃഷ്ണ. അതിന് താൻ എന്തിനാടോ കൃഷ്ണനെ തന്നെ വിളിച്ചത്? ഹനുമാനെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ അവരുടെ കാര്യത്തില്. ആ മോനെ നരഞ്ച, എന്താ അമ്മേ? നീ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയോ? പോവോ? എന്താ അമ്മേ, അമ്മ വരുന്നുണ്ടോ? ഏയ് ഇല്ല മോനെ. പിന്നെന്താ ചോദിച്ചേ? ഞങ്ങൾ എല്ലാരും കുറച്ചു കഴിഞ്ഞ് ഹരിമോന്റെ വീട്ടിലേക്ക് പോകും. കുക്കുമോക്ക് വരാൻ പറ്റില്ല ഞങ്ങളുടെ കൂടെ. മോക്ക് കോളേജിൽ എന്തോ പരിപാടിയുണ്ട്. അതിനിപ്പോ ഞാനെന്താ വേണം? നീ വൈകിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങോ, എന്നിട്ട് മോളെയും കൂട്ടി അങ്ങോട്ട് വാ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ വരുന്നുമില്ല. അവളെ വേണേലും നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോയിക്കോ. എടാ, മോക്ക് ഇന്ന് കോളേജിൽ പോകാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ. എന്താ അമ്മ, എന്താ പ്രശ്നം? എടാ, കുക്കുമോളെയും കൂട്ടി വൈകിട്ട് ഹരിയുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഇവൻ വരുന്നില്ലാന്ന്. കുക്കുമോളെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ കൊണ്ടുവരുന്നു, പക്ഷെ മോക്ക് കോളേജിൽ പോയേ പറ്റൂന്നു. എന്തോ സെമിനാർ ഉണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇവനോട് പറഞ്ഞത്. അതാണോ പ്രശ്നം? സാരമില്ല, വൈകിട്ട് കോളേജ് കഴിയുമ്പം ഹരിയോട് പറയാം കുക്കുവിനെ വന്ന് കൂട്ടാനായിട്ട്. അവൻ വന്നോളൂ. അത് വേണ്ട, ഞാൻ കൂട്ടിക്കൊണ്ട് വന്നോളാം അവളെ. അപ്പോ നീയും വരുവോ? അല്ലാണ്ട് അവൾ ഒറ്റയ്ക്ക് പറന്നു വരില്ലല്ലോ ഏട്ടാ. അമ്മേ, ഞാൻ ഇറങ്ങുക. അല്ല, ഏട്ടൻ വരുന്നില്ലേ? ഞാൻ 2-3 ദിവസം കൂടി ലീവാ. എന്തേലും ഉണ്ടേലും വിളിച്ചോളാൻ അരുൺ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ശരി, വൈകിട്ട് കാണാം. കാര്യങ്ങളൊക്കെ പറയേണ്ടതുപോലെ പറഞ്ഞ കൊള്ളേണ്ടവർക്ക് കൊള്ളുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നീ ഞങ്ങളുടെ മോൻ തന്നെയാടാ. അച്ഛാ, നമുക്ക് എല്ലാവർക്കും റെഡിയായി ഇറങ്ങാം. കുക്കുവിനെ കോളേജിലാക്കിയിട്ട് നമുക്ക് പോകാം. ശരി മോളെ, എന്നാ പിന്നെ എല്ലാവരും പോയി റെഡി ആയിട്ട് വാ. കുക്കുമോളെ, നീ റെഡിയായില്ലേ? ദാ വരുന്നു ചേച്ചി. വാ മോളെ, വൈകിട്ട് നരച്ച മോളെ വന്ന് കൂട്ടിക്കോളും. ക്ലാസ് കഴിഞ്ഞ് വന്ന് റെഡിയായി നിന്നാ മതി കേട്ടോ. ശരി ഏട്ടാ. അയാളുടെ കൂടെ തന്നെ പോകണമല്ലോ. ഇന്ന് തന്നെ ഈ സെമിനാർ കൊണ്ട് വെച്ചില്ലായിരുന്നെങ്കിൽ അങ്ങേറ്റ കടന്തൽ കുത്തിയ മുഖം കാണണ്ടായിരുന്നല്ലോ. ജാനും നിമ്മിയും വന്നില്ലല്ലോ. ഞങ്ങളിതേ എത്തി. വാ ഇറങ്ങാം. അമ്മേ, ഹരിയേട്ടൻ എവിടെ? അവന് അത്യാവശ്യമായിട്ട് ആരെ കാണണമെന്ന് പറഞ്ഞ് നേരത്തെ പോയി. ആണോ? എങ്കി വാ, നമുക്ക് ഇറങ്ങാം. മോളെ, നരജനും കൂട്ടി അങ്ങോട്ട് എത്തിയേക്കണം കേട്ടല്ലോ. ശരി അച്ഛാ. രാഹുലല്ലേ? ഇയാളെന്താ ഇവിടെ? സ്മൃതി, താൻ എന്താ ഈ നോക്കുന്നത്? ഏയ്, ഒന്നുമില്ല. വാ, നമുക്ക് പോകാം. പോകാം. മക്കളെ, നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടത് നന്നായി. ഇതാകുമ്പം രണ്ടും കൂടി അങ്ങ് എത്തിക്കോളും. ശരിയാ, അവര് രണ്ടും കൂടി അങ്ങ് അഭിനയിച്ച് തകർക്കുമല്ലേ. ഒന്നിച്ചിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നാ മതിയായിരുന്നു. അരുണാണല്ലോ ഹോസ്പിറ്റലിൽ നിന്ന്. ഹലോ ഡോക്ടർ അരുണാണ്. പറ അരുൺ. ഡോക്ടർ, നമ്മൾ എന്തൊരു സർജറി കോണ്ടാക്ട് ചെയ്യുന്നില്ലേ? ഡോക്ടറിനൊന്ന് വരാൻ പറ്റുമോ? ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, എപ്പോഴത്തേക്കാ ടൈം ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഉച്ചയ്ക്കാണ് ഡോക്ടർ. ഓക്കെ, ഞാൻ എത്തിക്കോളാം. ശരി ഡോക്ടർ, ഞാൻ വേണ്ട അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തോളാം. ഓക്കെ, താങ്ക് യു. എന്താ ഏട്ടാ, ആരാ വിളിച്ചേ? ഹോസ്പിറ്റലിൽ നിന്ന് അരുണായിരുന്നല്ലോ. ഇന്നൊരു സർജറി ഉണ്ടെന്ന്, അതുകൊണ്ട് എനിക്ക് പോണം. നിങ്ങളെ അവിടെ ആക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോവാ. ശരി ഏട്ടാ. ഇവൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? സംശയിക്കണ്ട, ഞാൻ നിന്നെ തന്നെ നോക്കി നിന്നതാ. എന്തിന്? ഒരു കാര്യം പറയാം. എന്ത് കാര്യം? നീയും കുക്കും തമ്മിൽ അത്ര രസത്തിലല്ലാന്നോ? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണമാണെന്നൊക്കെ എനിക്കറിയാം. ഓഹോ, വേറെ എന്തൊക്കെ അറിയാം നിനക്ക്? എനിക്കറിയാവുന്നത് പലതും നിനക്കറിയില്ല എന്നുള്ളതാണ് നിരഞ്ജ സത്യം. നിനക്കിപ്പോ എന്താ വേണ്ടത്? വല്ലോ പറയാനുണ്ടെങ്കിൽ വേഗം പറ, എനിക്ക് പോയിട്ട് ജോലിയുണ്ട്. തിരക്കുള്ള ഈ ഡോക്ടറിനെ ഞാൻ നിർത്തി മുഷിപ്പിക്കുന്നില്ല. കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പറയാം. കൃത്തിക, അവള് തന്നെ എപ്പോഴത്തെ പോലെ ഇന്നും എന്റെ ടോപ്പിക്ക്. ഒരുപാട് മോഹിച്ചതാ ഞാൻ അവളെ എനിക്ക് വേണം, ഒരു പോറല് പോലെ ഏൽക്കാതെ. നീ അവളെ ഒന്നും ചെയ്യില്ലാന്ന് എനിക്കറിയാം, പക്ഷെ പറഞ്ഞോന്നേ ഉള്ളൂ. എപ്പോഴോ എന്റെ തലയിലെ വര എന്നിട്ട് ഇഞ്ഞു മാറിപ്പോയത് കൊണ്ടാ കുക്കു നിന്റെ അടുത്തേക്ക് വന്നത്. ഇപ്പൊ ഞാൻ വന്നല്ലോ, ഒന്ന് കെട്ടിയതാണെന്നും എനിക്കൊരു പ്രശ്നമല്ല.
ഇത്രയും വർഷം കാത്തിരുന്നില്ലേ, എനിക്ക് ഒരു വർഷം കൂടി കാത്തിരിക്കുന്നതിന് മടിയില്ല. പക്ഷെ അവളെ കൃത്തിക്ക് എനിക്ക് വേണം. കൃത്തിക നിരഞ്ജനായിട്ടല്ല, കൃത്തിക ഹരികൃഷ്ണനായിട്ട്. തന്നില്ലെങ്കിൽ നിരഞ്ജൻ കിടന്നലറാതടാ ചേച്ചെ, എന്റെ പേര് നിരഞ്ജൻ എന്ന് തന്നെയാ. നിനക്ക് നാണമുണ്ടോടാ ഒരു പെണ്ണിന്റെ ഭർത്താവിനോട് ചെന്ന് അവന്റെ ഭാര്യയെ തരണോന്ന് പറയാനായിട്ട്? പണ്ട് നമുക്കിടയിലുള്ള അടിക്കുള്ള ടോപ്പിക്ക് അത് കുക്കുവായിരുന്നു. ഇപ്പോഴും അവള് തന്നെയാണ്, ഞാൻ സമ്മതിച്ചു. നീ പറഞ്ഞില്ലേ ഒരു തലവരയുടെ കാര്യം, അത് എന്റെ തലയ്ക്കാണ് മുകളിൽ ഇരിക്കുന്നവൻ വരച്ചിട്ടുള്ളതെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. ഒന്നല്ല, നീ ഇനി ഒരു 100 ജന്മം കാത്തിരുന്നാലും ശരി, കുക്കുവിനെ നിനക്ക് കിട്ടില്ല. കാരണം അവൾ എന്റെ പെണ്ണ, ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യ. അവളിൽ നിനക്കെന്നല്ല, ഈ ഭൂമിയിൽ മറ്റാരെക്കാളും അവകാശം ഇപ്പൊ എനിക്കുണ്ട്. ഡാ മിണ്ടി പോകരുത് നീ. നീ എന്താ വിചാരിച്ചത് എന്റെ അടുത്ത് നിന്ന് അവളെ അങ്ങ് പറിച്ചെടുത്തോണ്ട് പോകാമോ? നീ വരും മുമ്പേ ആയിരുന്നെങ്കിൽ, നമ്മൾ തമ്മിൽ ഈ സംസാരം നടക്കും മുമ്പേ ആയിരുന്നെങ്കിൽ നിനക്കതിന് ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇനി നീ എന്നല്ല, ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്നാലും ശരി, നിരഞ്ജൻ കൃതിക്ക് വിട്ടു തരില്ല. അവൾ എന്റെയാ, ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ്. അതുകൊണ്ട് കൂടുതൽ മനക്കോട്ട കെട്ടാതെ പൊന്നുമോ വീട്ടിലെ പോയി അച്ഛന്റെ പിറന്നാൾ കേക്ക് വയറ് നിറച്ച് കഴിക്കും. ഇല്ല നിരഞ്ജ, നിന്നെ കൊല്ലേണ്ടി വന്നാലും ശരി, കുക്കുവിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. മോളെ കൃതിക്ക്, നിന്നെ ഒരു വർഷം കഴിഞ്ഞ് നിന്റെ വഴിക്ക് വിട്ടേക്കാന്ന് ഞാൻ കരുതുക. പക്ഷെ ഇനിയില്ല, നിന്നെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ എന്റെ കൂടെ ജീവിച്ച് തീർത്താ മതിയടി ഈ ജീവിതം. ഏട്ടാ എന്താടോ? ഏട്ടൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നിരഞ്ജനോടൊന്ന് പറയണേ കുക്കുവിനെ കൂട്ടി ഇങ്ങോട്ട് വരാൻ. അവന്റെ സ്വഭാവം എപ്പോഴാ മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. ശരിയാടോ, പറഞ്ഞേക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ഏട്ടാ, പോയിട്ടോ. ചെറിയ രീതിയിൽ വിളർച്ച കാണുന്നുണ്ട്. അയണടങ്ങിയ ഭക്ഷണവും ഫ്രൂട്ട്സും ഒക്കെ നന്നായിട്ട് കഴിക്കണം കേട്ടോ. ശരി ഡോക്ടർ. നരജ, ആ ഏട്ടനോ? ഏട്ടനെന്താ ഇങ്ങ് പോകുന്നത്? ഒരു സർജറി ഉണ്ടായിരുന്നടാ, അതുകൊണ്ട് വന്നതാ. നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞോ? ആ, കഴിയാറായി വരുന്നു. ഇന്നിപ്പോ 2 ഡെലിവറി കൂടിയുണ്ട്. എനിക്കാണെങ്കിൽ തല വേദനിച്ചിട്ട് വയ്യ. നീ ഒന്ന് റിലാക്സ് ആവിടാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. നീ വൈകാതെ കുക്കോനെയും കൂട്ടി അങ്ങോട്ട് എത്തിയേക്കണം കേട്ടോ. ആ, നോക്കട്ടെ. ആഹാ, ഇതെന്ത് പറച്ചിലാടാ. സ്മൃതി ഇപ്പോഴും കൂടി വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ നിന്നെ ഇത് ഓർമ്മിപ്പിക്കണമെന്ന്. ഓ, ഞാൻ അവിടെ വന്നിട്ട് ഇപ്പൊ എന്തിനായിട്ടാ? അവൾക്ക് പ്രിയ ഇപ്പോഴും അവളുടെ ഹരിയേട്ടനോടല്ലേ. ഞാൻ വന്നിരുന്ന് അവളുടെയും കോപ്രായം കാണേണ്ടി വരും. എടാ, അതിനവര് ആങ്ങളെയും പെങ്ങളും അല്ലേ? ആ, അത് നമുക്കറിയാം. പക്ഷെ എന്റെ ഭാര്യയ്ക്ക് ആ ബോധം ഇല്ലല്ലോ. പറഞ്ഞിട്ടെന്താ കാര്യം? കണ്ടമാത കൂടെ കഴിഞ്ഞാടി നടന്നവർക്ക് ഭാര്യ എന്ന വാക്കിന്റെ അർത്ഥം പോലും മനസ്സിലാകില്ല. ഇനി ഒരക്ഷരം വേണ്ടി പോകരുത് നീ അവളെ കുറിച്ച്. ഏട്ടാ, മിണ്ടരുത് നീ. നീ ആരാന്നാണ് നിന്റെ വിചാരം? എല്ലാം തികഞ്ഞവനാണെന്നാണോ? അല്ല, നിനക്ക് എന്താ അറിയാം കുക്കുവിനെ കുറിച്ച്? അവൾ ആരുടെ കൂടെ അഴിഞ്ഞാടി നടന്നു നീ ഈ കിടന്ന് പറയുന്നത്? നീ കണ്ടോ അവൾ എന്താണെന്നും എങ്ങനെയാണെന്നും? നിന്നെക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് നീ അവളെ കണ്ട കഥയാണെങ്കിൽ അത് ഇവിടെ നിർത്തിക്കോ. അതിന്റെ സത്യാവസ്ഥ മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. അത് നിന്നോട് പറയാൻ എനിക്ക് വിലക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്നും കരുതി ഇനി കുക്കുവിനെ കുറിച്ച് ഒരക്ഷരം നീ അനാവശ്യം പറഞ്ഞ ഈ ഏട്ടന്റെ വേറൊരു മുഖം നീ കാണും. കുക്കു, നീ കാരണം ആദ്യമായിട്ട് എന്റെ ഏട്ടൻ എന്നെ തല്ലിയത്. ഇതിനുള്ളത് ഞാൻ നിനക്ക് തരുവടി. എല്ലാരെയും വശത്താക്കി വെച്ചിരിക്കും അവള്. അടുത്ത പേഷ്യന്റിനെ വിളിച്ചോളൂ. ഡോക്ടർ, ഇന്നത്തേക്കുള്ള പേഷ്യൻസ് എല്ലാം കഴിഞ്ഞു. ആ, ഓക്കെ. ഡോക്ടറിനെ കാണാൻ ഒരാൾ വന്നു നിപ്പുണ്ട്. അകത്തേക്ക് വിടണോ? ആരാ? അറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ചെറുപ്പക്കാരനാണ്. ഓഹ്, ആ നാറിയായിരിക്കും ഹരികൃഷ്ണൻ. അവന് കിട്ടിയതൊന്ന് പോരെ. ആ, കേറ്റി വിടവനെ. നിങ്ങളോട് വരാൻ പറഞ്ഞു. മേ ഐ കമിൻ ഡോക്ടർ നിരഞ്ജൻ? നല്ല പരിചയമുള്ള ശബ്ദം. ഡാ, കോപ്പി, മനു, നീയോ? അതേടാ പന്നി, ഞാൻ തന്നെ. ആഫ്റ്റർ എ ലോങ് ടൈം മാൻ, നീ എപ്പോ ലാൻഡ് ചെയ്തടാ? വന്നിട്ട് കുറച്ച് ദിവസമായതാ. കുറച്ച് തിരക്ക് വന്നു, അതാ ഇങ്ങോട്ട് ഇറങ്ങാതിരുന്നത്. ആ, നീ ഇപ്പൊ വലിയ സാമൂഹ്യ ജീവിയാണല്ലോ, നാട്ടുകാരുടെ കാണപ്പെട്ട ഡോക്ടർ ദൈവം. ഒന്ന് പോയടാ. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചു സൗത്ത് കൊറിയ ട്രിപ്പ്? ഒന്നും പറയാനില്ല മോനെ, ശരിക്കും അങ്ങ് പൊടിച്ചു വാരി. ആഹാ, നീ അടിച്ചു വരാനായിരുന്നോ ഫ്ലൈറ്റ് കയറി അങ്ങ് കൊറിയ വരെ പോയത്? അയ്യോ ചളി, നല്ല കട്ട ചളി. ഇത് മാറ്റാറായില്ലേടാ നിനക്ക് ഇതുവരെ? ആ, എന്ത് പറയാ, സ്റ്റാൻഡേർഡ് ഇല്ലാത്തവന്റെ ഒക്കെ കൂടെ കൂടിയ ഇതൊക്കെ ഉണ്ടാവും. അവിടെ നീ എനിക്കിട്ട് താങ്ങടാ. നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ എന്റെ ഏട്ടത്തിമാരെ ഇതുവരെ കണ്ടില്ലല്ലോ, എല്ലാരും ഒന്ന് കാണണമല്ലോ. എടാ, അവരെല്ലാരും വീട്ടിലില്ല. ഏട്ടൻ ഉൾപ്പെടെ എല്ലാരും കൂടി ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരിക്കുക. ഏട്ടൻ കുറച്ചു മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് നീ പോയില്ലേ? ഇല്ലടാ, പോകാൻ തോന്നിയില്ല. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ഐ എം നോട്ട് ഓക്കേടാ. ഇന്ന് ഏട്ടനുമായിട്ട് ചെറിയൊരു വഴക്കുണ്ടായി. എൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് ഞാൻ എന്തൊക്കെയോ ഏട്ടനോട് ചിൽ ബ്രോ, പോട്ടെ, സാരയില്ല. നീ വന്നേ, അവരെയൊക്കെ ഞാൻ വേറൊരു ദിവസം വന്ന് കണ്ടോളാം. ഇപ്പൊ നീ എൻ്റെ കൂടെ വാ, നമുക്ക് കുറച്ച് സമയത്തെങ്കിലും ആ പഴയ നിച്ചു മനു ആവാടാ. ഡാലിയ, ഇതങ്ങ് പിടിപ്പിക്കേ. നിന്റെ ഈ മൂടൊന്ന് മാറട്ടെ. മൂട് മാറിയാലും ജീവിതം മാറില്ലല്ലോ ഡാലിയ, അതിങ്ങനെ തന്നെ കിടക്കും. നീ ഇതങ്ങ് പിടിപ്പിച്ചേ. എന്നിട്ട് നിന്റെ ഈ അളിയനോട് പറ നിന്റെ പ്രശ്നം എന്താന്ന്. കുക്കു, അവളാ എന്റെ പ്രധാന പ്രശ്നം. എന്റെ ഭാര്യയോ മധുവിനെ അല്ലാണ്ട് വേറെ ആരെയും സ്നേഹിക്കാതെ നടന്നിരുന്ന എന്റെ ജീവിതത്തിലേക്ക് കുർല എക്സ്പ്രസ് പാഞ്ഞു കേറിയതുപോലെ കേറി വന്നവളവള്. കണ്ടവന്മാരുടെയൊക്കെ കൂടെ അഴിഞ്ഞാടി നടന്ന ഒരുത്തി. നീ കണ്ടോ? ഞാൻ അവളെ അവളുടെ കാമുകനെ കൂടി ഹോൾട്ടർ റൂമിൽ വെച്ച് പിടിച്ചതാ. തെളിവ് സഹിതം പിടിച്ചിട്ടും അവൾക്കിപ്പോഴും ചാരിത്ര പ്രസംഗം നടത്താൻ 100 നാവ. നാശം. എനിക്ക് ഉറപ്പാ അവക്ക് പലരുമായി വഴിവിട്ട ബന്ധമുണ്ട്. ഇന്നിതും പറഞ്ഞ ഏട്ടനുമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കിയത് പോലും എന്റെ ഏട്ടൻ എന്നെ ആദ്യമായിട്ട് തല്ലിയടാ അവക്ക് വേണ്ടി. അവളെ കൊണ്ട് ഞാൻ മടുത്തടാ. അങ്ങനെ പറയാതെടാ മച്ചു. നമ്മളൊക്കെ എന്തോരം പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളതാ. ഇതൊക്കെ നമുക്കൊരു പ്രശ്നമായിരുന്നോ? ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് നടന്നവരല്ലേ നമ്മള്. അതെ, പക്ഷെ കുക്കു അവളുടെ കാര്യത്തില് ഞാൻ വെറും സെൽഫിഷ് ആടാ. അവൾ എന്നോടൊരു വട്ടം സമ്മതിച്ചാ മതി അവള് തെറ്റ് ചെയ്യുമെന്ന്. ഞാൻ ക്ഷമിച്ചേനെ. ഇത് അവള് തെറ്റിനെ ന്യായീകരിക്കുക. കൂട്ടത്തിൽ കൂടെ അവളുടെ പ്രസംഗം. നിനക്ക് അത്രയ്ക്ക് അങ്ങ് ഉറപ്പില്ലെങ്കിലേ നീ അത് ചെക്ക് ചെയ്ത് നോക്കടാ. അവള് നിന്റെ ഭാര്യയല്ലേ. ഒരു ഗൈനക്കോളജിസ്റ്റിന് ഇതൊക്കെ പറഞ്ഞു തരണം. ഞാൻ ചെയ്യും. ഇന്നത്തോടെ ഞാൻ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. നീ നോക്കിക്കോ. ഇപ്പൊ ഞാൻ പോവാ. നീ പോവാണോ? എന്നാ നീ പോയി ചെക്ക് ചെയ്യും. ഞാൻ അപ്പോഴേക്കും എന്റെ വണ്ടിയുടെ ബ്രേക്ക് പോയി ചെക്ക് ചെയ്തിട്ട് വരാം. 8 മണിയായി. ഇയാളിത് എവിടെ പോയി കിടക്കുക? എന്താ ഇത്രയും വൈകുന്നത്? നേരത്തെ വരണമെന്ന് എല്ലാരും പറഞ്ഞതാ. ഷോ, ഇനി ഇപ്പൊ പാതിരാവോ അവിടെ ചെല്ലുമ്പോ? എന്തൊരു മഴയാ ഇത്. ചിലപ്പോ ബ്ലോക്കിൽ വല്ലതും പെട്ട് കാണും. ഒന്ന് വിളിക്കാനാണെങ്കിൽ ഫോൺ നമ്പർ പോലും ഇല്ല. അയ്യോ, എന്റെ റിങ്. ഞാനിത് എവിടെ വെച്ചത്? ആ, കിട്ടിപ്പോയി. ഇതെന്തോ ഫോട്ടോയോ? ഇയാളാരാ? ഞാൻ ഇയാളെ എവിടെയോ? എന്താടി ഇങ്ങനെ നോക്കുന്നത്? നിങ്ങൾ കുടിച്ചോ? ആ, കുടിച്ചു. അതിന് നിനക്കെന്താടി? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അല്ല, നീ ഇത് എങ്ങോട്ടാ ഉടുത്തൊരുങ്ങി പോകാൻ നിൽക്കുന്നത്? ഓ, നിന്റെ മറ്റവന്റെ അപ്പന്റെ വീട്ടിൽ പോകാനല്ലേ? കള്ള് കുടിച്ച വയറ്റി കിടക്കണം. ആരുടെ? നിന്റെ വയറ്റിലോ? മിണ്ടാതിരിക്കടി. നിനക്കൊരു കാര്യം അറിയോടി? നിന്റെ അരയേട്ടനില്ലേ, എന്നെ കാണാനെന്ന് വന്നിരുന്നു. ഹരിയേട്ടനോ? എന്തിന്? നിന്റെ കരിയേട്ടൻ തന്നെ. നിന്നെ അവന് വേണമെന്ന് പറയാം. തരില്ലെന്ന് പറഞ്ഞു ഈ ഞാൻ. അങ്ങനെ ഒന്നും വല്ലവനും ചോദിക്കുമ്പോ എടുത്ത് കൊടുക്കാനല്ലല്ലോ ഞാൻ നിന്നെ കെട്ടിയത്. അല്ല, തലയിലെടുത്ത് വെച്ചത്. ഡോക്ടർ നല്ല ഓവറാ. വന്ന് കിടക്ക്. നമുക്ക് പാർട്ടിക്ക് നാളെ രാവിലെ പോകാം. വിടടി എന്നെ. പാർട്ടി നടക്കും. നമുക്കിടയിൽ ഒരു പാർട്ടി ഞാൻ നടത്തും. പക്ഷെ അത് നമ്മൾ അങ്ങോട്ട് പോകില്ല. ഇന്ന് എനിക്ക് നിന്നെ ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്കോ? തെളിവോടെ ഒരിക്കലും ഞാൻ നിന്നെ പൂട്ടിയ ഒരു കാര്യമില്ലേ, അതിന്റെ സത്യാവസ്ഥ ഇന്ന് എനിക്കറിയണം. നീ എന്തിനാ അന്ന് ആ ഹോട്ടൽ റൂമിൽ പോയത്? നിനക്കാരേലുമായിട്ട് എന്തേലും ബന്ധം ഉണ്ടെങ്കിൽ അത് എന്നോട് ഇപ്പൊ പറ. ഞാൻ നിന്നോട് ക്ഷമിക്കാം. ഇനിയും കള്ളം പറയാൻ നോക്കിയ എനിക്കൊന്നും പറയാനില്ല. നിക്കടി അവിടെ. നിനക്കൊന്നും പറയാനില്ലായിരിക്കും, പക്ഷെ എനിക്കറിയാനുണ്ട്. കാരണം
ഓരോ നിമിഷവും നീ എന്നിലൊരു ഉണങ്ങാത്ത മുറിവായി കിടക്കുക. നിന്റെ സാവിത്രി ചമയലിന്റെ കാര്യം എനിക്കറിയണം. എൻ്റെ ഏട്ടൻ എന്നെ ഇന്ന് നിനക്ക് വേണ്ടി തല്ലിയതിന്റെ കാരണം എനിക്കറിയണം. നിരൂപേട്ടൻ കിച്ചേട്ടനെ തല്ലിയോ? വാടിയുടെ നിരഞ്ജനേട്ടാ, വിട്, എന്നെ വിട്, വിടാനല്ലേ പറഞ്ഞത്, എന്നെ വിടാ. വിട്, എന്നെ വിട്, എന്നെ വിട്, പ്ലീസ്. ഇല്ല, എനിക്കിന്നറിയണം. എന്നെ വലിഞ്ഞു മുറുക്കുന്ന നീ എന്താന്ന് എനിക്കറിയണം. വിട്, എന്നെ വിട്, എന്നെ വിട്, പ്ലീസ്. അടങ്ങി കിടന്നോണോ? നീ ഈ ചേച്ചിയോട് ക്ഷമിക്കും. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല വാവേ. കുക്കു, മിണ്ടരുത്. ഐ വോണ്ട് ടു നോ ദ ട്രൂത്ത്. ഏട്ടാ, വിട്, എന്നെ വിട്, പ്ലീസ്. ഞാൻ കാല് വിടുക, എന്നൊന്നും ചെയ്യല്ലേ ചേട്ടാ. എന്നെ വിട്, എനിക്കൊന്നും ചെയ്യല്ലേ ചേട്ടാ. വേണ്ട ചേട്ടാ, പ്ലീസ്, എന്നൊന്നും ചെയ്യല്ലേ. ഗൈനക്കോളജിസ്റ്റിന് മുന്നിൽ ഇനി ഞാൻ പ്രസംഗിക്കേണ്ടല്ലോ എന്റെ പരിശുദ്ധിയെ കുറിച്ച്. ഞാൻ എന്താ ചെയ്തിട്ടില്ല. ഞാൻ